നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ എക്സാം അല്ലേ, നമുക്കറിയാം ജൂലൈ മാസത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 2 മാസം മാത്രമേ നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്നാൽ ഒട്ടും പ്രിപ്പറേഷൻ ആവാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ആരായാലും ഇനിയുള്ള ഈ 2 മാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം. വളരെ കുറഞ്ഞ സമയമുള്ളൂ. നമുക്കറിയാം സിലബസ് എടുത്തു കഴിഞ്ഞാൽ അറിയാലേ, സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ വളരെ നീട്ടി വലിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ച് തീരുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് ഏതൊക്കെ ടോപ്പിക്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് നേടാനായിട്ട് പറ്റും, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ CPO-യുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. മെയ് 26-നാണ്, അതായത് അടുത്ത തിങ്കളാഴ്ചയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. ഒറ്റ ബാച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച മാത്രമേ അതിന് അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ എടുക്കുന്നതും ഒരു സിസ്റ്റമാറ്റിക് ഉള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടായിരിക്കും. കൃത്യമായിട്ടുള്ള റിവിഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിലബസിലോട്ട് കിടക്കാം. അപ്പോൾ കൃത്യമായിട്ട് PSC നമുക്ക് സിലബസ് തന്നിട്ടുണ്ട് അല്ലേ. 100 മാർക്കിൻ്റെ ഈ ഒരു എക്സാമിന് ഓരോ ടോപ്പിക്കും എത്ര മാർക്കാന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാലേ, GK ഭാഗത്തു നിന്ന് ചരിത്രം അല്ലേ, ചരിത്രം എന്ന് പറയുമ്പോൾ കേരളം ഉണ്ട്, ഇന്ത്യ ഉണ്ട്, വേൾഡ് ഉണ്ട്. ഈ 3 ചരിത്രത്തിൽ നിന്നും 5 മാർക്കാണ് വേണ്ടത്. അതുപോലെ തന്നെ 5 മാർക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ തന്നെ ജിയോഗ്രഫി ആണെങ്കിലും 5 മാർക്കാണ്. അവിടെയും കേരളം, ഇന്ത്യ, വേൾഡ് വരുന്നുണ്ട്. പിന്നെ എക്കണോമിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്കാണ് വരുന്നത്, ഏകദേശം 8 മാർക്കോളാണ് വരുന്നത്. പിന്നെ കേരളം, ഭരണവും ഭരണ സംവിധാനവും 3 മാർക്കാണ്. പിന്നെ സയൻസ് സെക്ഷൻ അല്ലേ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഈ ഭാഗത്തു നിന്ന് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. പിന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്കാണ്. പിന്നെ കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ 10 മാർക്കാണ്. പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലേ, ഈ ഒരു 3 സെക്ഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ 10 3 അല്ലേ, 30 മാർക്കാണ് വരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് 20 മാർക്ക്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു 100 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ലാസ്റ്റിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ. 20 മാർക്ക് വരുന്നുണ്ട്, 10 10 10 ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലേ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 30 മാർക്കാണ് വരിക. ഈ 30 മാർക്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടണം, ഒരു 20 മാർക്കെങ്കിലും മേടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഈ 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇപ്പം മാത്സ് പഠിക്കുകയാണെങ്കിൽ അല്ലേ, അത്ര ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഇപ്പോൾ SSC പോലെയോ അല്ലെങ്കിൽ റെയിൽവേ പോലെയുള്ള പരീക്ഷകൾ പോലെ അല്ലെങ്കിൽ ബാങ്ക് എക്സാം പോലെയൊന്നും ടൈറ്റ് ആയിട്ടുള്ള മാത്സ് ഒന്നും ഇവിടെ ചോദിക്കാറില്ല, PSCയിൽ ചോദിക്കാറില്ല. ഓക്കെ, ഇനി അത്രയും ടൈറ്റ് വേണമെങ്കിൽ 1 2 ഒക്കെ ചോദിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പല തവണയായിട്ട് ആവർത്തിച്ച് വരുന്ന ഓരോരോ ഭാഗങ്ങളും അതുമായി അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത് ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മോഡൽ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക. ഓരോ ദിവസവും ഒരു 1 2 മണിക്കൂർ മാത്സിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക. ഈ മാത്സ് ഒക്കെ വീക്കുള്ള ആൾക്കാരെ കൂടുതൽ സമയം അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഓക്കെ, അത്ര ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കുറച്ച് ദിവസം ഓരോ ദിവസം ഒരു 1 2 മണിക്കൂറോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് മാത്സിലൊക്കെ നല്ല മാർക്ക്. അപ്പോൾ ആ രീതിയിൽ പോവുക, കൃത്യമായിട്ട് സിലബസ് നോക്കുക, ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് ചോദിക്കുന്നത് അത് മനസ്സിലാക്കുക. എന്നിട്ട് ആ ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പം മാത്സ് ഒക്കെ തന്നെ ഒരുപാട് തവണ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പീഡ് കൂട്ടാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാലും അത്ര ടൈറ്റ് ആയിട്ടൊന്നും ചോദിക്കാറില്ല, എന്നാലും ഒരു ആവറേജ് ലെവലിലൊക്കെയാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമർ പോർഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, അതുപോലെ തന്നെ ഇഫ് ക്ലോസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ആ ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുക. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു 3 4 മാർക്ക് നമുക്ക് നേടാൻ പറ്റും. പിന്നെ വൊക്കാബുലറി സെക്ഷനാണ്. അപ്പോൾ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, വാസ്റ്റ് ആയിട്ടുള്ള കിടക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാത്തൊരു ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, വൊക്കാബുലറിയിൽ ഇഡിയംസ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഇഡിയംസുകൾ, വൺ വേർഡ്, അതുപോലെ തന്നെ ഫ്രേസൽ വെർബുകൾ വരുന്നുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങൾ അതൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അർത്ഥങ്ങളും വിപരീത പദങ്ങളൊക്കെ അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ആദ്യം പഠിച്ചെടുക്കുക.
അല്ലാതെ ഒരുപാട് നിങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് അത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ചോദിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ആ ഒരു രീതിയിൽ പഠിച്ചു പോവുക. അതുപോലെ തന്നെ മലയാളം ആണെങ്കിലും മലയാളം ഇതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ ഫാക്ടറുകൾ പഠിച്ചു വെക്കുക. അല്ലെ, ഒരു 2, 3, 4 വർഷങ്ങളിലുള്ള PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ആ ഒരു രീതിയിൽ ദിവസം എന്ത് ചെയ്യുക, ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഒരു 3 കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 4 മണിക്കൂർ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് വേണ്ടിയിട്ട് ഡെയിലി മാറ്റി വയ്ക്കുക ഇനിയുള്ള ദിവസങ്ങൾ. അങ്ങനെ ടോപ്പിക്സ് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അവിടെ കവർ ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 30-ൽ 20 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെ, 20 മാർക്ക് എന്ന് പറയുന്നത് മിനിമം ആണ്. നമുക്ക് 20, 25, 26, 27 വരെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മിനിമം ആണ് ഞാൻ പറഞ്ഞത്, 20 മാർക്ക് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വരുന്നത്. അല്ലേ, സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ്. ഈ 20 മാർക്കിൽ കൃത്യമായിട്ട് ആ സിലബസ് മനസ്സിലാക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. എല്ലതും വാരി വലിച്ച് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലേ, കുറഞ്ഞ സമയമുള്ളൂ. ഒരുപാട് പഠിച്ച് എല്ലാ സെക്ഷനും പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 20-ലൊരു 10 മുതൽ 15 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. അല്ലേ, ഇപ്പോൾ കഴിഞ്ഞ എക്സസൈസ് നമുക്കറിയാം, അത്യാവശ്യം അത്ര ടൈറ്റ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. 18, 19, 20 വരെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിൽ ഡിലീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 18 മാർക്ക് വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് ആ സിലബസ് നല്ല രീതിയിൽ പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാർക്ക് കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു CPOൻ്റെ എക്സാമിനും ആ ഒരു രീതിയിൽ പഠിക്കുക. ആ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഒരു 15 to 18 അല്ലെ ആ ഒരു മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു പരീക്ഷയാണെങ്കിൽ നേടാൻ പറ്റും. ഈ പരീക്ഷ എക്സാം ഒന്നുകൂടി ടൈറ്റ് ആണെങ്കിൽ ഇതിലും കുറയും. ഓക്കെ, അപ്പം ഞാനൊരു ആവറേജ് ആ ഒരു ലെവലാണ് ഒക്കെ പറയുന്നത്. ഒരു എക്സാം ഒരു ആവറേജ് ലെവലാണെങ്കിലാണ് നമുക്കൊരു 15 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇത് മൊത്തം 50 മാർക്കാണ്. ഇതിലൊരു 35 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിലുള്ള പഠനം മുന്നോട്ട് പോകുകയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള 50 എന്ന് പറയുമ്പോൾ അല്ലേ, 50-ൽ എന്തൊക്കെ വരുന്നുണ്ട്, ബാക്കിയുള്ള GK പാർട്സിൽ, അതായത് കറണ്ട് അഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സയൻസ്, കേരള ഭരണവും ഭരണ സംവിധാനവും, പിന്നെ കലാ, കായികം, സാഹിത്യം, ആ ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. അത്രയും ഭാഗങ്ങൾ പഠിച്ചാലാണ് 50 മാർക്കിൻ്റെ സ്കോറാണ് അവിടെ വരുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, കറണ്ട് അഫേഴ്സ് ഡെയിലി എന്ത് ചെയ്യുക, പഠിക്കുക. കറണ്ട് അഫേഴ്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. അപ്പോൾ എല്ലതും വാരി വലിച്ചങ്ങ് പഠിക്കുകയാണ്. അപ്പോൾ ഒരു പ്ലാനോട് കൂടിയിട്ട് പഠിക്കുക. അപ്പോൾ കറണ്ട് അഫേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരുപാട് അവാർഡ്സുകൾ വരുന്നുണ്ട്. അല്ലേ, ഒന്നാമത് നമ്മുടെ നോബൽ പ്രൈസ്, അതുപോലെ തന്നെ ഓസ്കാർ അവാർഡ്, അതുപോലെ തന്നെ ഫിലിം മേഖലയിലുള്ള ദേശീയ അവാർഡും സംസ്ഥാന അവാർഡുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് മറ്റുള്ള അവാർഡുകൾ, സാഹിത്യ മേഖലയിൽ കൊടുക്കുന്ന അവാർഡുകളുണ്ട്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അങ്ങനെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ മലയാള സാഹിത്യത്തിന് കൊടുക്കുന്ന കുറച്ച് അവാർഡുകളൊക്കെ ഉണ്ട്. അല്ലേ, എഴുത്തച്ഛൻ അവാർഡ്, മറ്റുള്ള വയലാറ്, വള്ളത്തോൾ, അങ്ങനത്തെ അവാർഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിന് കൂടെ തന്നെ ISROയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു 5-6 മാസം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വിക്ഷേപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാം. പിന്നെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ പദ്ധതികൾ വന്നിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറണ്ട് അഫേഴ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പഠനം കൊണ്ടുപോവുക കറണ്ട് അഫേഴ്സ് പഠിക്കുകയാണെങ്കിൽ. പിന്നെ സ്പോർട്സ് മേഖലയിൽ ഓരോ എവിടേക്കാണ് വേദികൾ വരുന്നത്, ഓരോ ടൂർണമെൻറ്റിൻ്റെ വേദികൾ എവിടേക്കാണ് വരുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒളിമ്പിക്സ് അതുമായി ബന്ധപ്പെട്ട് മെഡലുകളിലെ ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര മെഡലുകൾ, ഏതൊക്കെ മെഡലുകൾ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അവരുടെ ഐറ്റം, അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ കറണ്ട് അഫേഴ്സ് അങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്കൊരു 10-ലൊരു 5 മാർക്കൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഈ അപ്പോയിൻമെൻറ്റുകൾ വരുന്നുണ്ട്. അല്ലേ, പുതുതായിട്ട് വന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ അതൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഇപ്പോൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് അതിൻ്റെ പുതിയ ചെയർമാൻ ആര്, അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി, അങ്ങനെയുള്ള ഒരുവിധം പുതിയ അപ്പോയിൻമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, കറണ്ട് അഫേഴ്സ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു 7-8 മാസം മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവുക. അപ്പം അങ്ങനെ വേണം കറണ്ട് അഫേഴ്സ് പഠിക്കാനായിട്ട്. അങ്ങനെ പഠിച്ചാൽ നമുക്കൊരു 10-ലൊരു 5-6 മാർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും. പിന്നെയുള്ള ബാക്കിയുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ 8 മാർക്കാണ് ചോദിക്കുന്നത്.
അത് വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു 8-ൽ 6-7 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റായി കിടക്കുന്നതാണെങ്കിലും കുറച്ച് ഭാഗങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പം ആമുഖമാണെങ്കിലും മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ മൗലിക കർത്തവ്യ നിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെ വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗം അല്ലെ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായം, അങ്ങനെ വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, അങ്ങനെയുള്ള കുറച്ച് ഗവർണർ, അതുമായി ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഏതൊക്കെ ടോപ്പിക് ചോദിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് ആ ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പം മാറി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി അഡീഷണൽ പോയിന്റുകളും വന്നിട്ടുണ്ട്. നമ്മൾ 9ാം ക്ലാസ്സിൽ അല്ലെ മാറി ടെക്സ്റ്റ് ബുക്കാണ്, അതിലൊക്കെ അവിടെ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഭാഗങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പഠിച്ചു പോവുക. അതുപോലെ തന്നെയാണ് എക്കണോമിക്സിനും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ആണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വായിച്ചെടുത്താൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയാണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി അല്ലേ, കുറച്ച് വിപ്ലവങ്ങളുണ്ട്, ഒരു 5-6 വിപ്ലവങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട പിന്നെ UN അല്ലേ, അതൊക്കെ ഒന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററി അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിച്ചാൽ തന്നെ നമുക്കുള്ള മാർക്ക് അവിടെ നിന്നൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്സ് കൊണ്ടുപോകുക. പിന്നെ കലാ, കായികം, സാഹിത്യ മേഖലയിൽ നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. നമ്മൾ ഇനി എത്രത്തോളം അത് പഠിച്ചു കഴിഞ്ഞാലും അവർ ചോദിക്കുന്നത് നമുക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ സമയം ഇരിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെയാണ് സയൻസ് ബയോളജിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷെ അവർ പലപ്പോഴും ചോദിക്കാറുള്ളത് ഒരു +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻ, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ നമുക്കത് കിട്ടില്ല, ഇനി അത് പഠിച്ചെടുത്താലും കിട്ടില്ല എന്നുള്ള കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് മെല്ലെ സ്കിപ്പ് ചെയ്യുക. ബാക്കിയുള്ള സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒഴിവാക്കണ്ട. നിങ്ങൾ ഈ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഒന്ന് റെഡി ആണെങ്കിലും സമയത്തിനനുസരിച്ചിട്ട് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിക്കാനായിട്ട് നോക്കുക. അല്ലാതെ ആദ്യം തന്നെ സയൻസ് ഇരുന്ന് പഠിക്കാൻ നിൽക്കണ്ട. നമ്മൾ ഇനി എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും എക്സാം പലപ്പോഴും നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയും ചോദിക്കുക. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സബ്ജക്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചെടുത്ത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ബാക്കിയുള്ള 50 മാർക്കിൽ ഒരു 30 മാർക്കൊക്കെ എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ പഠനം കൊണ്ടുപോവുകയാണെങ്കിൽ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സിനും ഹിസ്റ്ററി അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെയാണ് ജോഗ്രഫി കേട്ടോ. അതിൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കേണ്ട, ഓരോ ടോപ്പിക്കും മനസ്സിലാക്കുക. ഇപ്പോൾ വേൾഡ് ജോഗ്രഫി ആണെങ്കിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അല്ലേ, അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഭാഗങ്ങൾ കുറച്ച് നല്ല വൃത്തിയിൽ പഠിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ പോയാൽ തന്നെ നമുക്ക് ഈ ഒരു 50 മാർക്കിൽ 30 മാർക്കൊക്കെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്കറിയില്ല ഒരു 65 മാർക്കൊക്കെ എന്ത് ചെയ്യാം, അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ ഈ 2 മാസം ഇങ്ങനെ ഓരോ ടോപ്പിക്സിനും പ്രാധാന്യം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നതും. പ്രാധാന്യം കൊടുത്തിട്ട് ഓരോ ടോപ്പിക്സിനും പ്രാധാന്യം കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ റിവിഷൻ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുക. ഇങ്ങനെയൊക്കെ പോയാൽ തന്നെ നമുക്ക് വേണ്ട ഒരു കട്ട് ഓഫിലേക്ക് കടക്കാൻ പറ്റും അല്ലേ. CPU ആണ്, മറ്റുള്ള എക്സാം പോലെ അത്ര വലിയ കട്ട് ഓഫ് ഒന്നും വരില്ല. കട്ട് ഓഫ് കോമ്പറ്റീഷൻ കൂടുതൽ തന്നെയാണ്. എന്നിരുന്നാലും മറ്റുള്ള എക്സാം പോലെ എന്ത് ചെയ്യില്ല, അത്ര കട്ട് ഓഫിലേക്ക് വരില്ല അല്ലെ. ഫിസിക്കലുള്ള എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 55-60 ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. പരീക്ഷ നടക്കാതെ കട്ട് ഓഫ് പറയാൻ പാടില്ല. എന്നിരുന്നാലും നമ്മൾ മുൻവർഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ആവറേജ് പരീക്ഷയാണെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു മാർക്കിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാലത്തൊക്കെ നമുക്കൊരു 60+ ഒക്കെ മാർക്ക് നേടിയാലൊക്കെ ജോലി എന്ന് ഒരു സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. ലിസ്റ്റുകളൊക്കെ വളരെ കുറച്ചാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും എന്താണ്, ഒരു ജോലിയിലേക്കുള്ള റാങ്ക് അല്ലെങ്കിൽ ഒരു 100 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ വരാനായിട്ട് ശ്രമിക്കുക അല്ലേ. ലിസ്റ്റിൽ എവിടെയെങ്കിലും വന്നിട്ട് കാര്യമില്ല. ഒരു 100-200 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ എത്തണം. എന്നാലും CPO പോലുള്ള പരീക്ഷയൊക്കെ ഇനിയുള്ള കാലത്തൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പണ്ടത്തെ കാലം പോലെയല്ല. അപ്പോൾ നല്ല മാർക്ക് അല്ലെങ്കിൽ നല്ല ഒരു റാങ്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടത് എന്താണ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പഠിച്ചു പോവുക. അതും ഒരു സിസ്റ്റമാറ്റിക് ഉള്ള പ്ലാനോട് കൂടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള റിവിഷൻ നടത്തിയിട്ടും മോഡൽ എക്സാമുകൾ എഴുതിയിട്ടും PYQ ഒക്കെ കണ്ടിട്ടും പഠിച്ചു പോവുക. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വെറുതെ വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റണം. അതുമായി ബന്ധപ്പെട്ട എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ PYQ എക്സാമുകൾ കണ്ട് പരിചയം വേണം. അതൊരു 100 മാർക്കിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ പല ആൾക്കാർക്കും എക്സൈസ് എക്സാമിന് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് മോഡൽ എക്സാം ചെയ്യാതെ അവിടെ പോയിട്ട് എന്ത് ചെയ്ത് അല്ലെ, ആകെ ടെൻഷനായിട്ട് കുറഞ്ഞ ആ ഒരു സമയം കൊണ്ട് കൃത്യമായിട്ട് ഉത്തരം എഴുതിയെടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്.
അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മൾ ആദ്യം തന്നെ ഈ ഒരു 1.5 മണിക്കൂർ സമയം വെച്ചിട്ട് പരീക്ഷ എഴുതി ശീലിക്കണം. ഇനി നമുക്ക് നമ്മുടെ ബാച്ചിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ മിഷൻ CPO സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 26-നാണ്. ഓക്കെ, CPO എന്ന് പറയുമ്പോൾ CPO WCPO ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. ഏകദേശം 2 മാസത്തെ ഒരു കോഴ്സാണ്. ക്ലാസ് എന്ന് പറയുന്നത് മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, അതായത് തിങ്കൾ, ചൊവ്വ, പിന്നെ വ്യാഴം, വെള്ളി, ഈ ഒരു രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ തിങ്കൾ, ചൊവ്വ 2 ക്ലാസ്സുകളായിട്ടായിരിക്കും. അതിനുശേഷം ബുധനാഴ്ച എന്ന് പറയുമ്പോൾ അവിടെ ഒരു റിവിഷനാണ്. അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച എടുത്ത കാര്യങ്ങളുടെ ഒരു റിവിഷനും ഒരു റിവിഷൻ എക്സാമും ആയിരിക്കും ആ ഒരു ബുധനാഴ്ച ഉണ്ടാവുക. വീണ്ടും വ്യാഴം, വെള്ളി ക്ലാസ് ആയിരിക്കും. ആ ഒരു 2 ദിവസം എടുത്ത ക്ലാസ്സിന്റെ റിവിഷൻ ആയിരിക്കും ശനി എന്ന് പറയുന്നത്. പിന്നെ സൺഡേ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരാഴ്ച എടുത്ത മൊത്തത്തിലുള്ള റിവിഷൻ ആയിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനിലൂടെ ആയിരിക്കും നമ്മുടെ ഒരു ബാച്ച് പോവുക. അതുപോലെ തന്നെ ഓരോ ഡേ എടുത്തു കഴിഞ്ഞാൽ രാവിലെ 6:30-ക്കാണ് തുടങ്ങുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 6:30 മുതൽ 7:30 വരെ ഒരു വോയിസ് ലൈവ് സെക്ഷൻ ആയിരിക്കും. അവിടെ ഡെയിലി നമ്മൾ ഈ ഒരു ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ്. അത് ഈ ക്ലാസ്സിൽ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷിൽ മെയിനായിട്ട് ഈ ഒരു വോയിസ് ലൈവ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി സെക്ഷന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വൺ വേർഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഇഡിയംസ് ആണെങ്കിലും ഫ്രേസൽ വെർബ് ആണെങ്കിലും അതുപോലെ തന്നെ അനോണിയംസ്, സിനോണിയംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു രാവിലത്തെ മോർണിംഗ് സെഷനിൽ എടുക്കുക. അതുപോലെ തന്നെയാണ് മലയാളത്തിലും നമുക്ക് എന്തുണ്ട്, ഒരു വൊക്കാബുലറി സെക്ഷൻ ഉണ്ട് അല്ലേ. പിന്നെ നമ്മുടെ പര്യായ പദങ്ങൾ, പിന്നെ ഓപ്പോസിറ്റ് അല്ലേ, വിപരീത പദം, അതുപോലെ തന്നെ ശൈലികൾ, ഒറ്റപ്പദങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്ക് അവിടെ നിന്ന് നേടാൻ പറ്റും. അതൊക്കെ ആയിരിക്കും രാവിലത്തെ ആ സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സും ആ ഒരു സെക്ഷനിൽ എടുക്കും. 6:30 മുതൽ 7:30 വരെ 1 മണിക്കൂറായിരിക്കും. ഓക്കെ, അതിൻ്റെ റെക്കോർഡും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കേൾക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യാം, ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ അത് കേൾക്കുക. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം മറ്റുള്ള സബ്ജക്റ്റ് ഏതെങ്കിലും ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒന്നെങ്കിൽ റെക്കോർഡ് ചെയ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും. ലൈവ് ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലെ ഏതെങ്കിലും ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. അത് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ തലേ ദിവസം തരും, അതിനനുസരിച്ചിട്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും മാത്സിൽ വർക്കൗട്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗ്രാമർ പോർഷൻസ് ഒക്കെ എടുക്കുന്നത് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ രാത്രി എന്താവും, ഒരു 10 മണിയാകുമ്പോൾ ഒരു ഡേ റിവിഷൻ ആയിരിക്കും. അതായത് അന്ന് എടുത്ത കാര്യങ്ങളുടെയൊക്കെ ഒരു ഡേ റിവിഷൻ ആയിരിക്കും. ഇപ്പോൾ രാവിലെ ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഏതെങ്കിലും ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ കോൺസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ ഏതെങ്കിലും ടോപ്പിക്സ് ആവും. അപ്പോൾ അത് ആ ദിവസം എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, രാത്രി അന്ന് എടുത്ത എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, രാത്രി ഒരു റിവിഷൻ വരും. അതൊരു വോയിസ് ആയിട്ട് ടെലഗ്രാമിലായിരിക്കും. അപ്പോൾ അവിടെ കൂടുതൽ കാര്യങ്ങൾ ഒരു ഫാസ്റ്റ് റിവിഷൻ പോലെ നടത്തും. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ എക്സൈസ് ബാച്ചൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും അത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ സമയത്ത് ഒരു റിവിഷൻ നടത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ മനസ്സിലാവും ചെയ്യും. നമുക്ക് ആൻസർ പറയാൻ പറ്റുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം പഠിച്ചൊരു കോൺഫിഡൻറ്റ് കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ ഒരു 2 ദിവസം ആ രീതിയിൽ ക്ലാസ് പോകും. പിന്നെ 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത് റിവിഷൻ ഡേ ആണ്. ഈ 2 ദിവസം പഠിച്ച കാര്യങ്ങളുടെ ഒരു റിവിഷൻ എക്സാം ആയിരിക്കും അവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സ്പെഷ്യൽ ടോപ്പിക്സും നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ 3-ാമത്തെ ദിവസം റിവിഷൻ എക്സാം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം വീണ്ടും എന്ത് ചെയ്യും, 4-5 ദിവസം ഇതുപോലെ ക്ലാസ്സുകളായിരിക്കും. വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് എക്സാം ആയിരിക്കും. പിന്നെ ആ ഒരാഴ്ച മൊത്തത്തിലുള്ള ഒരു എക്സാം ആയിരിക്കും ഞായറാഴ്ച ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു 2 മാസത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഞാനിവിടെ നമ്പർ കൊടുക്കാം, അതിലേക്ക് ടെലഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം. ഒറ്റ ബാച്ചേ ഉണ്ടാവുള്ളൂ. മാക്സിമം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 റാങ്കിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ എത്തിക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ എക്സൈസ് ബാച്ച് ആണെങ്കിലും ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു ബാച്ചായിരുന്നു. നമ്മൾ അത്രയും റിവിഷനായിട്ടും എല്ലാ കാര്യങ്ങളായിട്ടും നടത്തിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് അതായത് ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്ക് ഞാൻ ഏറ്റെടുത്തിട്ട് നടത്തുക എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും മനസ്സിലാക്കിയിട്ട് അതിൽ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സുകളെല്ലാം ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു 2 മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോലിയാണ്, അതിൽ കുറഞ്ഞതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.